എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് തമ്പനയിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആരോഗ്യമല്ലേ സന്തോഷം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആരോഗ്യം. ഏതു പ്രായത്തിലുള്ളവർക്കും വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ വ്യായാമ മുറയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അതൊരു ചലഞ്ചായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. 100 പുഷപ്പ് വീതം 90 ദിവസം എന്ന ചലഞ്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ സിമ്പിളായി തന്നെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമ മുറയാണ് പുഷപ്പ്. സ്വന്തം ബോഡി വെയിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമ മുറയാണ് പുഷപ്പ്. ഒരു ദിവസം 100 പുഷപ്പ് വീതം 90 ദിവസം കവർ ചെയ്യുക എന്നതാണ് നമ്മൾ ഈ പുഷപ്പ് ചലഞ്ചിലൂടെ അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം 100 പുഷപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് 100 പുഷപ്പ് എന്നതല്ല നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ചോളം ഒരു ദിവസം ഒറ്റയടിക്ക് 100 പുഷപ്പ് ചെയ്യുക എന്നത് പ്രായോഗികമല്ല. അതിന് 5 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ അതിനെ കവർ ചെയ്യുന്നത്. അപ്പം ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് പ്രായത്തിന്റെ അനുസരിച്ച് ആദ്യത്തെ സ്റ്റെപ്പിൽ 30 പുഷപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ 20 പുഷപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പിൽ 20 പുഷപ്പ്, നാലാമത്തെ സ്റ്റെപ്പിൽ 20 പുഷപ്പ്, അഞ്ചാമത്തെ സ്റ്റെപ്പിൽ 10 പുഷപ്പ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സ്റ്റെപ്പിൽ 30 പുഷപ്പ് എന്ന് പറയുമ്പോൾ പ്രായോഗികമല്ലായിരിക്കാം. എന്നിരുന്നാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം 10 പുഷപ്പ് വീതം 10 സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ 10 സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ 10 പുഷപ്പ് വീതം 10 സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ആദ്യത്തെ സ്റ്റെപ്പിന്റെ റെപ്പ് കൂട്ടുക, എണ്ണം കൂട്ടുക, 10 എന്നുള്ളത് 11 ആക്കുക. അതനുസരിച്ച് അവസാനത്തെ സ്റ്റെപ്പിന്റെ എണ്ണം കുറയ്ക്കുക. അപ്പം പടിപടിയായിട്ട് ആദ്യത്തെ സ്റ്റെപ്പിലെ എണ്ണം കൂട്ടി, രണ്ടാമത്തെ സ്റ്റെപ്പിലെ എണ്ണം കൂട്ടി, മൂന്നാമത്തെ സ്റ്റെപ്പിലെ എണ്ണം കൂട്ടി, അങ്ങനെ പടിപടിയായിട്ട് വരുമ്പോൾ ഈ 90 ദിവസം കവർ ചെയ്യുമ്പോൾ അവസാനത്തെ 10 ദിവസം 100 പുഷപ്പ് വെച്ച് ഒരു ദിവസം ചെയ്യേണ്ട ആ ഒരു ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഈ പുഷപ്പ് ചലഞ്ചിലൂടെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിക്കുന്നു. BP, കൊളസ്ട്രോള്, ഷുഗർ എന്നിവ റെഡ്യൂസ് ചെയ്യാനും നമ്മൾ നല്ല ആരോഗ്യപരമായിട്ട് ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അപ്പം എല്ലാവരും ഇത് ഫോളോ ചെയ്യുക, ഇത് ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ 10 റെപ്പ് വെച്ച് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. 10 റെപ്പ് വെച്ച് ചെയ്യുക. അതിനുശേഷം ഓരോ ദിവസം ചെല്ലും തോറും ഈ 10 എന്നുള്ളത് കൂടി വരുമ്പോൾ ഈ റൗണ്ട് കുറച്ച് വരിക. അപ്പൊ അല്ലാതെ ആരോഗ്യമുള്ള വ്യക്തിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 30, 20, 20, 20, 10, അതായത് ആദ്യത്തെ സ്റ്റെപ്പ് 30 എണ്ണവും, രണ്ടാമത്തെ സ്റ്റെപ്പ് 20 എണ്ണം, മൂന്നാമത്തെ സ്റ്റെപ്പ് 20 എണ്ണം, നാലാമത്തെ സ്റ്റെപ്പ് 20 എണ്ണവും, അഞ്ചാമത്തെ സ്റ്റെപ്പ് 10 എണ്ണവും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസം 30 എണ്ണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ദിവസം 30 എന്നുള്ളത് 35 ആക്കാൻ ശ്രമിക്കുക. ചെയ്ത് ആദ്യത്തെ ഇതിന്റെ സ്റ്റെപ്പ് റെപ്പ് കൂട്ടിക്കൊണ്ട് സ്റ്റെപ്പ് കുറച്ചുകൊണ്ട് അവസാനത്തെ വരുമ്പത്തിന് ഒരു ദിവസം 100 പുഷപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന അതിലേക്ക് നമ്മൾ വരും. നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ മാറ്റങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് ചെയ്യുക, പിന്തുടരുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്തേ. പുഷപ്പ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, നമ്മൾ കൈ ഇങ്ങനെ വെച്ചല്ല, നമ്മൾ കൈ നമ്മുടെ ഷോൾഡർ ലെവലിൽ ഇങ്ങനെ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ പത്തി ഇങ്ങനെ റെഡിയായിട്ട് ഇങ്ങനെ വെക്കുക, വിരലുകൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുവെക്കുക. ഏകദേശം ഷോൾഡർ ലെവലിൽ നിന്ന് ഒരു ശകലം വൈഡാക്കി വെച്ചുകൊണ്ട് ഈ ലെവലിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ബോഡി എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ബോഡി ഒരിക്കലും ഇങ്ങനെ വെക്കുകയോ അല്ലെ ഇങ്ങനെ വെക്കുകയോ ചെയ്യരുത്. നമ്മളെപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നുകൊണ്ട് വേണം സ്ലോയിൽ ഇങ്ങനെ ചെയ്യാനായിട്ട്. താഴോട്ട് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുക, മുകളിലോട്ട് വിടുമ്പോൾ ശ്വാസം വിടുക.